വെൽക്കം. പുണ്യം എന്നുമെങ്ങും നിറയും വെളിച്ചമേ, കരുണതൻ കനിവായി തീർന്നിടണേ. അകതാരിൽ അറിവിൻ്റെ നാളം കൊളുത്തുവാൻ പുണ്യമായി മാറണമേ, പുണ്യമായി മാറണമേ. നല്ല വാക്കോതുവാൻ നാവു വഴങ്ങിടാൻ നിൻ കൃപ ചൊരിയണമേ. നന്മയാകുന്ന നേരറിഞ്ഞിടുവാൻ ദിവ്യജ്ഞാനമായുണരണമേ, ദിവ്യജ്ഞാനമായുണരണമേ. ഐക്യത്തോടെ എന്നും പുലരുവാൻ നേർവഴി തെളിക്കണമേ. ശുദ്ധ സ്നേഹമായി വാഴും ദയാനിധി, തടസ്സങ്ങൾ നീക്കിടണേ, തടസ്സങ്ങൾ നീക്കിടണേ. വിദ്യയെ കീടണം സ്വഭാവ വിശുദ്ധിയും മനഃശുദ്ധിയും ഈ ജീവന്. ക്ഷിതി തന്നിൽ സാക്ഷിയാം സർവേശ്വര പ്രഭു, തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം, തുണയാകണം എന്നും വരമേകണം. ഓർത്തെടുക്കുക എന്ന അതുല്യമായ ഒരു പാഠവും ഇല്ലായിരുന്നെങ്കിൽ മറവിയുടെ ചിതലുകൾ എന്നേ നമ്മിലെ ചിന്തകൾ കാർന്നെടുക്കുമായിരുന്നു. അതെ, ഓർമ്മകൾ അനുഗ്രഹമാണ്. കണ്ടതും കേട്ടതും മനസ്സിൽ കുറിച്ചിട്ടതുമായ ഒരുപിടി അറിവിൻ്റെ കന്നുകളെ ഊതിക്കത്തിക്കാൻ ഓർമ്മകളെ കൂട്ടുപിടിക്കാം. നിശബ്ദമായ മനസ്സിന് ശബ്ദിക്കുന്ന അക്ഷരങ്ങളെ ക്ഷമയോടെ കണ്ടെത്താം. മറവികൾ മനുഷ്യന് സാധാരണമാണ്. പക്ഷേ ഓർമ്മയിൽ തെളിയുന്നതും മറവിയുടെ മാറാലിയിൽ ഒളിഞ്ഞിരിക്കുന്നതുമായ അറിവുകളെ ഒന്ന് ഓർമ്മ പുതുക്കിയെടുക്കേണ്ടത് അനിവാര്യമല്ലേ. നാദം 22. കാലം വായിക്കാത്ത നോപുര ധ്വനി. ഇതുവരെ പഠിച്ചതും ചിന്തിച്ചതും കൈപ്പിടിയിലാക്കിയതും മനസ്സിൽ ഉറപ്പിച്ചതുമായ പഠന പ്രവർത്തനങ്ങളുടെ പുനരവലോകനം. പരീക്ഷകളിലൂടെയും ചർച്ചകളിലൂടെയും വിശകലനങ്ങളുടെയും ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ഉച്ചയ്ക്ക് ഒച്ച വെച്ചു പോകുന്ന ഉച്ചഭാഷണ പുറകെ ഓടി നടക്കുന്ന ബാല്യത്തെ ഒന്ന് തിരികെ വിളിക്കും. ഓർമ്മകൾക്ക് കാതോർക്കാം. മത്സര പരീക്ഷകളിൽ മുതൽക്കൂട്ടാക്കാൻ, നിങ്ങളിലെ അറിവുകൾ കൂടുതൽ ഉറച്ചതാക്കാൻ നാദത്തിന് കഴിയട്ടെ. ഓർക്കുക, നിങ്ങളെന്ന വ്യക്തിയെയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയാണ് കാലം. ഓർത്തിരിക്കുക. നാദം 22. കാലം വായിക്കാത്ത നോപുര ധ്വനി. നാദം 22. കാലം വായിക്കാത്ത നോപുര ധ്വനി. ഇന്ത്യൻ പൊളിറ്റി, രാജ്യത്തെ അറിയാൻ, പാർട്ട് 2, മെയ് 2, 2022. ഇന്ന് നമ്മൾ ചെറിയൊരു വ്യത്യാസം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ ഒരു വിഷയം സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ പ്രാധാന്യത്തോടെ പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൃത്യമായിട്ടും എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ചെറിയൊരു പ്രത്യേകത നിറഞ്ഞിരിക്കുന്നു.
അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചു വന്ന രീതിയും നമ്മുടെ പഠനത്തിലെ മറ്റ് കാര്യങ്ങളും കൃത്യമായിട്ടും ഫോക്കസോടുകൂടി തന്നെ പോയി കഴിഞ്ഞാൽ മാത്രമേ സിവിൽ സർവീസിലെ ഇന്ത്യൻ പൊളിറ്റിയിലെ ഒരു സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇന്നലത്തെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ് പോകുന്നു. ആർട്ടിക്കിൾ ഫസ്റ്റ് ഡീൽ വിത്ത് ദ നെയിം ആൻഡ് ടെറിട്ടറി of the Union. First, India, that is the Bharat, shall be a union of states. Second, the state and the territory, therefore, shall be specified in the first schedule. Third, the territory of India shall comprise the territory of states, the union are specified in the first schedule, and such other territories as may be acquired. Article 1 stipulate that India, that is Bharat, shall be union of states. Very important, please note. The country is described as a union, although its constitution is a federal in nature. അപ്പം ആർട്ടിക്കിൾ 1 നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ 1 എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ കാര്യം സ്പെസിഫൈ ചെയ്യുന്നു, യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം സ്പെസിഫൈ ചെയ്യുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ആർട്ടിക്കിൾ 1 സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഈ ഒന്നാമത്തെ ആർട്ടിക്കിൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദ കൺട്രി ഈസ് ഡിസ്ക്രൈബ് എസ് എ യൂണിയൻ, ഓൾദോ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ഫെഡറൽ ഇൻ സ്ട്രക്ചർ. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ് എ ഭാരത്, അത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. മിക്കപ്പോഴും ഇതിൽ കറക്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇന്ത്യ ദ ഭാരത് ഓർ കൺട്രി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആർട്ടിക്കിൾ ഫസ്റ്റ് സ്റ്റിപ്പുലേറ്റ് ദാറ്റ് ഇന്ത്യ, ദാറ്റ് ഇസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് കൃത്യമായിട്ടും ഒന്നാമത്തെ ആർട്ടിക്കിളിൽ ഒന്നാമത്തെ വാചകം ഓർത്തിരിക്കുക തന്നെ ചെയ്യുക. ഡോക്ടർ B.R. Ambedkar replied, the phrase union of states have been preferred to federation of states for two reasons. One, the Indian federation is not the result of an agreement among the states like the American federation, and two, the states have no right to the secede from the federation. The federation is a union because it is instructable. The country is an integral whole, they divide into the different states only the convenience of administration. അപ്പം ഡോക്ടർ അംബേദ്കർ പറയുന്നതനുസരിച്ച് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, അത് ഫെഡറൽ സ്റ്റേറ്റ് എന്ന രണ്ട് കാര്യത്തിൽ കൃത്യമായിട്ട് മെൻഷൻ. ഒന്ന്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എവിടുന്ന കടമെടുത്തേക്കുന്ന ആദ്യം നമ്മൾ ചിന്തിക്കണം. ഫെഡറേഷൻ എന്നൊരു കാര്യവും എവിടുന്ന കടമെടുത്തെന്ന് ചിന്തിക്കണം. എന്നാൽ മാത്രമേ റീസൺ കിട്ടുകയുള്ളൂ. One, India as a federation does not result in the agreement among the states like the American Federation. Next, the federation is a union because it is a indestructible. ഈ രണ്ട് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ആർട്ടിക്കിൾ 1 കാര്യം. അപ്പം ഡോക്ടർ B.R. അംബേദ്കർ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ട് റീസൺ ഉണ്ട് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നൊരു കാര്യത്തിൽ. First one, Indian Federation is not a result, it's an agreement among the states like the American Federation. Second one, the state has no right to secede from the Federation. The Federation is a union because it's indestructible. Article 2 grants two powers to the Parliament. The powers to admit the Union of India new state and the powers to the established new states.
please note, the first refer to the administration of the state which they already in existence. The second refers to the establishment of the states which are not in the existence before. Notably, Article 2 related to the administration or establishment of the new states that are not a part of the Union of States. രണ്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പുതിയൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയെ കൂട്ടിച്ചേർക്കുക. അതിനെയാണ് ആർട്ടിക്കിൾ 2 ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾ 2 മാത്രം ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തിനെയോ ഒരു യൂണിയൻ ടെറിട്ടറിയോ കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയില്ല. അതിന് മുന്നോട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകൾ ചേർന്നാൽ മാത്രമേ ഈ ആർട്ടിക്കിൾ 2 വെച്ചിട്ട് പുതിയ സംസ്ഥാനം അല്ലെങ്കിൽ പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് first refers to admission of the state which there already exists, and the second refers to the establishment of the state which are not in the existence before. എന്നൊരു കൃത്യമായിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 2 പ്രകാരം പുതിയൊരു സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആർട്ടിക്കിൾ 2 ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾ 3 formation of new state and allow alteration of areas, boundaries or name of existing state. A. From a new state is the separation of the territory of any state or by the uniting two or more states or part of state or by uniting any territory to the part of the any state. B. Increase the area of any state. Third. C. Diminish the area of any state. D. Alter the boundaries of the any state. E. Alter the name of the any state. Article 3 notified related to the formation of changes in the existing state. ആർട്ടിക്കിൾ 3 പ്രത്യേകത, ഇത് പഠിക്കാനുള്ള എളുപ്പത്തിലാണ്. ആർട്ടിക്കിൾ 3 പ്രത്യേകത, ഒരു സംസ്ഥാനത്തിനെയോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയോ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പേര് അല്ലെങ്കിൽ ബൗണ്ടറി തിരിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നത് ആർട്ടിക്കിൾ 3 പ്രകാരമായിരിക്കും. ആർട്ടിക്കിൾ 3 സൂചിപ്പിക്കുന്നത് പേര് അല്ലെങ്കിൽ എടുത്തു കളയുക, കൂട്ടിച്ചേർക്കുക, ബൗണ്ടറി കൂട്ടിച്ചേർക്കുകയോ എടുത്തു കളയുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ പേര് നാമനിർദ്ദേശം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 4 declare that laws made under Article 2 or 3 are not to be considered as an amendment for the Constitution under Article 368. Article 4 declares that law made the administration of the establishment of the view of new state. Article 2, the formation of new states, alteration of the areas, boundaries or naming existing states under Article 3 are not to be considered amendment of the Constitution under Article 368. This means that such law can be passed by the simple majority by the ordinary legislative process. Indian territory can be ceded to the foreign state only by the amending the Constitution under Article 368. However, the Supreme Court in 1969 ruled that settlement of the boundary disputes between the India and another country does not require a constitutional amendment. It can be done by the executive action as it does not involve cession of Indian territory to be the foreign country. So, only when there is a involvement of the cession of Indian territory to be the foreign country, the amendment is needed. അപ്പം ആർട്ടിക്കിൾ 4 പ്രത്യേകത, ആർട്ടിക്കിൾ 2, 3, 4 ഇത് 2, 3 കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ 4 വെച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. 4 എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 2ന്റെയും 3ന്റെയും വെച്ചിട്ട് അമെൻമെന്റ് ചെയ്യുക, 368 ആർട്ടിക്കിൾ പ്രകാരം അമെൻമെന്റ് ചെയ്യുക, ഒരു സംസ്ഥാന രൂപീകരണം, അതിന്റെ പേര് ചേർക്കൽ, അതിന്റെ ബൗണ്ടറി തിരിക്കൽ, അത് കൃത്യമായിട്ടും ആർട്ടിക്കിൾ 4 പ്രകാരമാണ് പറ്റുന്നത്. അപ്പം ആർട്ടിക്കിൾ 2, 3, 4 വെച്ചിട്ട് ഒരു സംസ്ഥാനവും അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയും രൂപീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 അമെൻമെന്റ് ചെയ്താൽ മാത്രമേ സിമ്പിൾ മജോറിറ്റിയിൽ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലൂടെ ഓർഡിനറി ബിൽ പാസ്സായി മാത്രമേ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി രൂപീകൃതമാകുകയുള്ളൂ. Integration of the princely state. Indian independence in 1947 gives 3 options in the princely state: joining India, joining Pakistan or the remaining independent of the
552. Princely state is situated within the geographical boundary of India. 549. Joined India and the remaining 3, Hyderabad, Junagadh and Kashmir, refused to join India. However, in course of time, Hyderabad state was integrated through police action. Junagadh was integrated through the referendum. Kashmir was integrated through the instrument of accession. അപ്പം പ്രിൻസ്ലി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 3 ഫ്രേസ് ആയിട്ട്. ജോയിനിങ് ഇന്ത്യ, ജോയിനിങ് പാകിസ്ഥാൻ, റിമൈനിങ് ഇൻഡിപെൻഡന്റ്. 552 പ്രിൻസ്ലി സ്റ്റേറ്റിൽ 542 മാത്രമേ ആ സമയത്ത് ചേർന്നിട്ടുള്ളൂ. അങ്ങനെ 3 മിച്ചമായിരുന്നു, ഹൈദരാബാദ്, ജുനാഗഡ്, കാശ്മീറും. അത് പിന്നീട് പോലീസ് ആക്ഷൻ വഴിയും അതുപോലെ തന്നെ റെഫറൻഡം വഴിയും അക്സഷൻ വരികയും പിന്നീട് കൂടിച്ചേർത്തിട്ടുണ്ട്. നെക്സ്റ്റ്, Citizenship of India. Article 5 to 11, Part 2 of the Constitution deal with the provision of the citizenship. The term citizenship entails the enjoyment of full membership of the any state in which this citizen has civil and political right against discrimination on ground of religion, race, caste, sex or place of birth. Article 15. Right to equality of the opportunity in the matter of the public employment. Article 16. Right to freedom of speech and expression, assembly, association, movement, residence of the profession. Article 490. Cultural and education right. Article 29 to 30. Right to vote election to the Lok Sabha and the state legislative assembly. The right to the consent from the membership of the parliament and to the state legislature. Eligibility to hold certain public office, that is President of India, Vice President of India, Judges of Supreme Court and the High Courts, Governor of States, the Attorney General of India and Certificate General of India. അപ്പം ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ പറയുന്നത് സിറ്റിസൺഷിപ്പ് ആണ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആകാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാരണവശാലും സിറ്റിസൺഷിപ്പ് എടുത്തു കളയാൻ സാധിക്കത്തില്ല എന്നൊരു കാര്യം ഈ ഒരു ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ കൃത്യമായിട്ടും പറയുന്നുണ്ട്. Along with the above rights, the citizen also on certain duties towards the Indian state, for example, paying taxes, respecting the national flag and the national anthem, referring the country and so on. The Constitution deals with the citizenship Article 5 to 11. However, it is the identities the person who become citizen of India at its commencement, January 26, 1950. It does not deal with the problem of acquisition or less citizenship subsequent to its commencement. It empowers the Parliament to enact a law to provide for such matters and any other matters relating to the citizenship. Accordingly, Parliament has enacted by the Citizenship Act. അപ്പം ഒരു സിറ്റിസൺഷിപ്പ് റൈറ്റിൻ്റെ മുമ്പ് കാര്യം പറയുന്നു, അതെല്ലാം വേണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളിലും വ്യക്തതയുണ്ടായിട്ടുണ്ട്. അതായത് 1950 ജനുവരി 26 ഇന്ത്യ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഫോം ചെയ്തപ്പോൾ മറ്റ് കാര്യങ്ങളിലും അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് ബന്ധപ്പെട്ട് ഉള്ള നടപടികളെല്ലാം കൃത്യമായി സ്വീകരിച്ചത്. അപ്പം ഒരു കാര്യം പറയുന്നത്, ഇന്ത്യയിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവരുടെ ചെറിയ കാര്യം ഒരു ആക്ടിലൂടെ പ്രതിപാദിച്ചിരുന്നു. അതിലും ചില കാര്യങ്ങളിൽ വ്യക്തമാക്കാനുണ്ട്. ആർട്ടിക്കിൾ 5, എ പേഴ്സൺ ഹു ഹാഡ് ദി domicile in the state and also fulfilled any one of the 3 conditions. First one, if he was born in India. Second, if either of his parents was born in India, or if he has been ordinarily resident in India for 5 years immediately before the commencement of the Constitution before the citizen of India. Article 6 to 7 deals with the 2 categories of person, namely those who were the resident of India but have migrated to Pakistan, and those who were resident in the Pakistan but have migrated to India.
those who migrated from the Pakistan to India are divided into two categories. Those who come before July 19, 1948 and who come after that date. ഈ രണ്ട് ക്ലാസ്സും 5-ൽ 6-ൽ 7-ലും കൃത്യമായിട്ടും പറയുന്നു. 5-ൽ പറയുന്നത് ഇന്ത്യയിൽ സിറ്റിസൺ ആണെങ്കിൽ ബോൺ ഇൻ ഇന്ത്യ, പേരൻസ് ഇന്ത്യയിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ ഓർഡർ റെസിഡൻറ്റ് 5 years before the commencement of the constitution become a citizen of India. 6-ലും 7-ലും പറയുന്നത് പാകിസ്ഥാനിലും വന്നതും പോയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. Article 66. A person who migrated to India from the Pakistan because Indian citizen, if he or either his parents or any other of his grandparents was born in the undivided India and also fulfill any one of two condition wise. In the case migrated to India before the July 19, 1948, he had been orderly resident in India since the date of his migration, or in the case of migrated to India on or after July 19, 1948, he had been registered as a citizen of India, but a person could be so registered only if he had been resident in India for the 6 months preceding the date of the application for the registration. അപ്പം ആർട്ടിക്കിൾ 6 പ്രകാരം പറയുന്നത് മൈഗ്രേഷനാണ്. ഫ്രം ദി ഇന്ത്യ 19 ജൂലൈ 1948 അതൊരു കണക്ക് ഉണ്ട്. അതിന് മുന്നിലും പിമ്പിലുമായിട്ട് വന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 5 വർഷത്തിനുള്ളിൽ വന്നവർക്കും സ്വീകരിക്കാം സിറ്റിസൺഷിപ്പ്. 7 പറയുന്നത് എ പേഴ്സൺ ഹു മൈഗ്രേറ്റ് ടു ദി പാകിസ്ഥാൻ ഫ്രം ദി ഇന്ത്യ ആഫ്റ്റർ ദി ഫസ്റ്റ് 1947 but later returned to the India from the resettlement could become the Indian citizen. For this had be the resident to the India for the 6 months preceding date is his application for the registration. 1947 മാർച്ച് 1-ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ 6 മാസം താമസിച്ച് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറും. അത് ആർട്ടിക്കിൾ 7 പ്രകാരമാണ് പറയുന്നത്. Article 8. A person who or any whose parents or the grandparents was born in the undivided India but who is orderly residing outside India shall become an Indian citizen if he had been registered as a citizen of India by the diplomatic or consular representative of India in the country or his residence where before after the commencement of the constitution. This provision covers the overseas Indian who may want to acquire Indian citizenship. The sum up, the provision deals with the citizenship of the person domiciled in India, person migrated from Pakistan, person migrated to Pakistan but later returned in, and person to Indian origin residing outside India. അപ്പം ആർട്ടിക്കിൾ 8 പറയുന്നത് പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഇന്ത്യയിൽ ജനിച്ചതോ ഇന്ത്യക്ക് പുറത്ത് പോയോ പിന്നീട് തിരിച്ചു വന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്. അപ്പം 5, 6, 7, 8 ഈ 4 പറയുന്നത് സിറ്റിസൺഷിപ്പാണ്. The Citizenship Act 1955, the comprehensive law deals with the citizenship passed Parliament in the 1955 in the accordance with the powers vested in the Article 11 of the Constitution. The provision of the Act may be broadly divided into 3 parts: acquisition of citizenship, termination of citizenship, and supplemental provision. Acquisition of citizenship. The Act provides 5 modes of the acquiring the citizenship of India. These are citizenship by birth, citizenship by descent, citizenship by registration, citizenship by naturalization. 5. By incorporation of the territory by the government of India. അപ്പോൾ ആർട്ടിക്കിൾ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം ആർട്ടിക്കിൾ 11 പ്രകാരമാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. അതിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 1 അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പിൽ, 2 ടെർമിനേഷൻ ഓഫ് സിറ്റിസൺഷിപ്പ്, 3 സപ്ലിമെൻ്റൽ പ്രൊവിഷൻ. അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് സിറ്റിസൺഷിപ്പ് 5 ആയിട്ട് തിരിക്കുന്നു: ബർത്ത്, ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ, ന്യൂട്രലൈസേഷൻ, അതുപോലെ ടെറിട്ടറി, ഇൻകോർപ്പറേഷൻ ടെറിട്ടറി. ഇത്രയും കാര്യങ്ങളാണ്
ഈ 1955 സിറ്റിസൺഷിപ്പ് ആക്ടിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കും. ഫസ്റ്റ് വൺ, ബൈ ബർത്ത് every person born in India on or after January 26, 1950 but before June 30, 1987 shall be the citizen of India birth. A person is a citizen of India by birth if she are born in India on or after July 1st, 1987 but at the time of the birth either of his parents was a citizen of India. Note, the children of foreign diplomats posted in India and enemy alien cannot acquire Indian citizenship by birth. ഈ ഒരു ക്ലോസ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. The children of foreign diplomats posted in India and enemy allies cannot acquire Indian citizenship by birth. ഇവർക്കിത് സാധിക്കുന്നില്ല, പക്ഷേ മറ്റുള്ള കാര്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് സാധിക്കും. 1950 26 1987 ജൂൺ 30 മുന്നിലുള്ളതാണെങ്കിൽ ബർത്തിൽ ആണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കും. ബൈ ഡിസൻ എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ or after January 26, 1950 shall be the citizen of India by reason if his father or mother is a citizen of India at the time of his birth. Children of those who are citizens of India by reason as also children of non-citizens who are in the service under the government of India may also take advantage of the provision of the become Indian citizen by reason if they are so desire through registration. അപ്പം ഡിസംബർ 1950 ജനുവരി 26 ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ളവർ അവർക്കായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ സിറ്റിസൺഷിപ്പ് ഡീസൻ്റ് വഴി ബന്ധപ്പെട്ടു. ബൈ രജിസ്ട്രേഷൻ any person who not already in the Indian citizen by virtue of the provision of the constitution or those of the act can acquire citizenship by registration. If that person belong to any of other following 5 categories. First one, person of Indian origin who are already resident in India and who have been so resident that least 6 months immediately before making an application for the registration. Person of Indian origin who are ordinarily resident in any country or place outside undivided India, women who are or been married to the Indian citizen of India, minor children person who are citizen India and person who full age capacity who are citizen of India, Commonwealth countries or the Republic of Ireland. അപ്പം ബൈ രജിസ്ട്രേഷന് പരമായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും 6 മാസം മുന്നേ താമസിച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് ആകാൻ സാധിക്കും. അടുത്ത എഡ്യൂക്കേഷൻ. If any citizen of India who was also national of the senior country renounced his Indian citizenship through the declaration in the prescribed manner, he chooses to the Indian citizenship by registration by the declaration. When a male person chooses to the citizen of India, every minor child of his also chooses to be the citizen of India. However, such a child may within the 1 year after attaining full age become an Indian citizen by making a declaration of his intention to resume Indian citizenship. അപ്പം യൂണിക്കേഷൻ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആകാൻ സാധിക്കും. ടെർമിനേഷൻ. Any person who acquired Indian citizenship by the notarization or registration of the otherwise or he or she voluntarily acquired the citizenship of India another country at any time between January 26, 1950, the date of commencement of the Constitution, and December 30, 1955, the date of commencement of this act shall have
ceased the citizens of India from the date of such acquisition. ടെർമിനേഷൻ ആണെങ്കിൽ അവരെ എടുത്തു കളയുക എന്നൊരു രീതിയാണ്, സിറ്റിസൺഷിപ്പ് എടുത്തു കളയുക, അതാണ് ടെർമിനേഷനോട് ഉദ്ദേശിക്കുന്നത്. Deprivation. The central government is empowered to deprive the citizen of his citizenship by the issuing and order under 10 of the Act. But this power of the government may not be also the case of every citizen. If apply only to those who acquired Indian citizenship by the naturalization or by virtue only the clause C of the Article 5 of the Constitution or by registration. അപ്പം ഡിപ്രൈവേഷൻ പറഞ്ഞില്ല, അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടിയാണ്. അത് ആക്ടിലെ 10ാമത്തെ ക്ലോസ് വെച്ചിട്ടും അതുപോലെ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആകത്തില്ല. പക്ഷേ അത് ന്യൂട്രലൈസേഷനും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 പ്രകാരവും രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റൂ. അങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് ആകുന്നത്. Overseas citizen of India, OCI, a person who the Indian origin, the Indian diaspora will no longer have to get a voice affected on their passport every time they travel to the India and Union government has decided to do away with the process. The government had decided that since the categories overseas citizen of India and the person of India origin were migrated few years back, the OCI means overseas citizen of India card will suffice to enter the country and hence would require no visa. In other words, both OCI to PIO don't need to visa to enter in the country. Only the OCI card will suffice. Carrying a passport will, however, be mandatory. Check and read recent news of the more updates of the PIO and OCI. അപ്പം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യയും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടും കാര്യങ്ങൾ അത് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യക്ക് പുറത്ത് പോകുന്നവർക്കും അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നവർക്കും തിരിച്ചിന്ത്യ വന്നത് കൃത്യമായിട്ട് സാധിക്കുമോ ഇല്ലെന്നൊരു കാര്യം വേണം. ഈ POA ഓവർസീസ് സിറ്റിസൺഷിപ്പിൻ്റെയും പേഴ്സൺ ഇന്ത്യൻ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കണം. മിക്കവാറും എല്ലാ വർഷങ്ങളും ഇത് ചോദിക്കുന്നുണ്ടാകുന്നതാണ്. ഇതിൽ നിന്ന് മാറി മാറി ചോദിക്കും. ഇതിൻ്റെ ഒരു കാര്യമാണ് നോ വിസയുടെ കാര്യം പറഞ്ഞത്. ഇതിനകത്ത് 2ാമത്തെ പാരഗ്രാഫ്, ദി ഗവൺമെൻറ് ലാസ്റ്റ് പാരഗ്രാഫ്, ദി OCI കാർഡ് വിൽ സഫീസ് എൻ്റർ ദ കൺട്രി ആൻഡ് ഹെൻസ് വുഡ് റിക്വയർ നോ വിസ. ഇത് മാറ്റി റിക്വയർ വിസ എന്ന് ചോദിക്കും. എല്ലാ വർഷം ചോദിക്കുന്നത് ഈ ഒരു മാറ്റം. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടും നോക്കിയിരിക്കണം. The Citizenship Amendment Bill 2019, the amendment process of the permit members of 6 communities, Hindus, Sikhs, Buddhists, Jain, Parsis and Christians from the Pakistan, Bangladesh, Afghanistan to continue to live in the India if they enter India before December 14, 2014. It also reduced the requirement of citizenship from the 11 years or to the just 6 years. To notification also accepted these migrants from the Passport Act and Foreign Act. A large number of organizations in the Assam protected against the bill and the grant citizenship to the Bangladesh Hindu illegal migrant. The justification given for the bill, the Hindus and Buddhists are minorities in the Bangladesh and fled to the India to avoid religious persecution, but Muslims are a majority in the Bangladesh and so the same cannot be said about them. അപ്പം 2019 സിറ്റിസൺ മാപ്പ് ഭയങ്കര നമ്മൾ ഒരു വിഷയമാക്കിയെടുത്തൊരു വിഷയമായിരുന്നു. അതാണ് 2019 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ടും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇത് കൃത്യമായിട്ട് നോക്കണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വർഷം ചോദിക്കുന്നതാണ്, മാറി മാറി മാറി. നെക്സ്റ്റ്, ആദർശ് ജയപ്രകാശ്.
ആദർശ ആർട്ടിക്കിൾ ഓക്കെ ആദർശ ഓക്കെ ഓക്കെ അവിടെ റേഞ്ചിലെത്തുന്നു നമുക്ക് അല്ല റേഞ്ചില്ലാന്ന് തോന്നുന്നു. സാർ കുഴപ്പമില്ല മ്യൂട്ട് ചെയ്തു. Article 12 to 35, Part 3 of the Indian Constitution deal with the fundamental rights. Fundamental rights are already largely inspired by the Bill of Rights in the American Constitution. Part 3 and Part 4 together from the contents of the Constitution or intellectual component of the India of the state. Fundamental rights are essential for the healthy functioning of the democracy, therefore called the constitutor of the Indian democracy. These rights are most indispensable asset of an individual to achieve his fullest physical and intellectual and spiritual structure. These rights are any law which interferes upon them will be declared null or void. It is preventive and state from becoming arbitrary or the authorization. They are fundamental for having the civilized society in the place. അപ്പം ആർട്ടിക്കിൾ 12-35 വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് പാർട്ട് 3-ഉം 4. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് എല്ലാ ഇൻഫ്ലുവൻസ് ബിൽ ഓഫ് റൈറ്റ്സ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് ഇന്ത്യ തിരിച്ചു മാറ്റി എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14-18, റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19-22, റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23-24, right to freedom of religion article 25-28, cultural and education right article 29-13, right to property article 31, right to constitutional remedies article 32. However, the right to property was deleted from the list. The fundamental right of the 44th Amendment Act 1978, it is made a legal right under article 300A, the part 12 of the constitution. So at present there are only 6 fundamental rights. അപ്പം ഇന്ത്യൻ എഴുതിയപ്പം മൊത്തം 7 ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. 1978 44ാമത്തെ അമെൻമെൻറ്റിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് മാത്രം മാറ്റിയിരിക്കുന്നു. അത് 300A പാർട്ട് 12 കൃത്യമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നിലവിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമേ ഉള്ളൂ. ഇക്വാലിറ്റി, ഫ്രീഡം, എക്സ്പ്ലോയിറ്റേഷൻ, റിലീജിയൻ, എഡ്യൂക്കേഷൻ റൈറ്റ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇതിങ്ങൾ 6 മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. 40-32. Article 12 provides the definition of the state. The state includes the government of the Parliament of India, the government of the state, the legislature, all local authorities, municipality, panchayat, district boards, etc. Other statutory and non-statutory authority, LIC, RGC, etc. The action of state can be challenged in the court as a violation of the fundamental rights. According to the Supreme Court, even a private body or an agency working as the instrument of the state fall within the meaning of the state. Article 12. അപ്പം ആർട്ടിക്കിൾ 12 പറയുന്നത് സ്റ്റേറ്റ് ആണ്, ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റേറ്റ്. 12 ഒരു സംസ്ഥാനത്തിൻ്റെ ഡെഫിനിഷനാണ്. ദി ഗവൺമെൻറ് ഓഫ് ദി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, the government of the state legislature, all local authorities, municipality, panchayat, district boards, and other statutory bodies and non-statutory authority, LIC, ONGC, etc. ആർട്ടിക്കിൾ 12 പറയുന്നത് the state definition ആണ്. ആർട്ടിക്കിൾ 13, law ends consent with the demarcation of the fundamental rights. Article 13 declare that all laws that are inconsistent with the or in the derogation of any other fundamental right shall be void.
It provides for the doctrine of the judicial review. Supreme Court, accordance with the Article 32, and the High Court, according to the Article 226, can declare a law unconstitutional and invalid on the grounds of a contravention of the any fundamental rights. The term law in the Article 13 have been